ആ മുടിക്കച്ചവടത്തിന് നമ്മുടെ പ്രഗത്ഭ രോമവ്യാപാരി ശൈഖുന രോമപുരം അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം എന്ന് മാറ്റി രോമപുരാക്കി ഏറ്റവും നല്ലത്. കാരണം എന്താ, ആ കഥയ്ക്ക് വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന എന്താ നിങ്ങള് സനതുമായി ബന്ധപ്പെട്ട പിടിക്കപ്പെടുമെന്നറിഞ്ഞപ്പോ ആദ്യം കൊണ്ടുവന്ന ഒരു സ്വപ്നകഥയാണ്. ഞാൻ വെറുതെ പറയല്ല, സ്വപ്നകഥയാണെന്ന് ഇവർ തന്നെ പുറത്തിറക്കിയിട്ടുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ള മുന്നേറ്റം സപ്ലിമെന്റിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും എന്നിട്ട് ഖസ്റജി കുടുംബത്തിലെ ഈ മുടിക്കച്ചവടക്കാരന് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്താദിന് നീ ഒരു മുടി കൊടുക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നതുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ് ഈ മുടി കാന്തപുരം ഉസ്താദിന് ഖസ്റജി കുടുംബത്തിലെ ഈ ശൈഖുനെ കൈമാറുന്നത് എന്നാണ് അവിടെ അദ്ദേഹം അറബിയിലൂടെ വായിച്ച് പ്രസംഗിച്ചത്. അത് ട്രാൻസ്ലേഷൻ ചെയ്ത് പരിഭാഷപ്പെടുത്തി കൊടുത്ത പേരോട് അത്രയുമാൻ സഖാഫി ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വപ്നത്തിലൂടെ പറഞ്ഞു. ആ അടിസ്ഥാനത്തിലാണ് ഈ മുടിക്കച്ചവടം ഇവിടെ നടന്നതെന്ന്. സ്വപ്നത്തിന് ഇസ്ലാമുമായുള്ള ബന്ധം എന്താണത്, എത്രത്തോളം സ്വീകാര്യമാണ് എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് പേരോട് ഉസ്താദിനെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാം. അതുകൊണ്ട് പേരോട് ഉസ്താദ് ആദ്യം ആ സ്വപ്നക്കഥ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജി ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്രപരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവറുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേരോട് മുസ്ലിയാർ എന്താ പറയുന്നത്, സ്വപ്നത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്റജിയുടെ കുടുംബത്തിലെ ഈ ഔഖാഫ് മന്ത്രിയുടെ മകന് സ്വപ്നത്തിലൂടെ വന്നിട്ട് പറഞ്ഞു, എന്ത്, ഉസ്താദിന് ഒരു മുടി കൊടുക്കണം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് 5-6 വട്ടം പറഞ്ഞു. അപ്പോഴൊന്നും ഒരു സ്വലാത്തിന്റെ ഒച്ച കേട്ടില്ല. കാന്തപുരത്തിന്റെ പേര് പറഞ്ഞപ്പോ അല്ലാഹു അക്ബർ. ഇവർക്ക് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടല്ല ഹുബ്ബ്. തനിച്ച അന്ധവിശ്വാസികളായി സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ വാനോളം പുകഴ്ത്തി ഒരു ആൾദൈവമായി ചമയിച്ച് അവസാനം പോയി അവസാനം ഇയാളാണ് പടച്ചോൻ നിങ്ങൾ പറയാൻ ഞാൻ മതി. അങ്ങനത്തെ ഭയപ്പെടുന്ന DK ഭാഗം പറയാണെന്ന് ഈ പോക്ക് പോയാൽ ആ അവസ്ഥയിലേക്ക് എത്തുന്ന സഹോദരങ്ങളെ, കുറച്ചു കാലം കഴിഞ്ഞാല് സഖാഫികൾ ചോദിക്കും, നിങ്ങൾ അള്ളാനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ APത്തെ ആളുകൾ പറയും, ഇല്ല ഉസ്താദേ. എന്നാ അള്ളാനെ നിങ്ങൾക്ക് കാണണ്ടേ? അള്ളാഹുവിനെ കാണണമെങ്കിൽ സ്വർഗത്തിലെത്തണ്ടേ? വേണ്ട, അള്ളാഹുവിനെ ഈ ദുനിയാവിൽ തന്നെ കാണാം. ഒരു 10 സ്വലാത്ത് ചൊല്ലിക്കോളി. സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമ്പോ ഒരു വാതിൽ തുറന്ന് കാന്തപുരം ഉസ്താദ് ഇങ്ങനെ വരും. ഇതൊക്കെ നമ്മൾ അള്ളാഹ് എന്ന് പറയും. സംശയം വേണ്ട, അവിടേക്കാണ് ഈ പോക്ക് പോണത്. ഈ മനുഷ്യരെ ഈ രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അവിടേക്കായി എത്തിക്കുന്നത്. അതുകൊണ്ട് നിഷ്പക്ഷമതികളെ, ബുദ്ധിയുള്ളവരെ, അവിടേക്ക് പണപ്പിരിവിനുമായി വരുമ്പോ കൊടുക്കുന്നവരെ ആവർത്തികൾ ചിന്തിക്ക്, എന്തടിസ്ഥാനത്തിലാണ് ഈ ചെയ്യുന്നത്. അപ്പോ സ്വപ്നം അതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ ഇതിനുള്ള ആകെപ്പാടുള്ള നിദാനം. എന്നാൽ പേരോട് പറയുന്ന സഖാഫി തന്നെ ത്വരീഖത്തുകാരെ വിമർശിച്ചുകൊണ്ട് ആദ്യകാലത്ത് പ്രസംഗിച്ചപ്പോ അവരുടെ ചില കാര്യങ്ങളൊക്കെ സ്വപ്നത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, സ്ഥാപിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ആ സ്വപ്നം അമ്പിയാക്കന്മാരുടേതല്ലാത്ത സ്വപ്നം എത്ര വലിയ ഹോജ പറഞ്ഞാലും എത്ര വലിയ ശൈഖുന പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല എന്ന് ആദ്യകാലത്ത് ആര് പറഞ്ഞിരുന്നു? പേരോട് സഖാഫി പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് പേരോട് സഖാഫി ത്വരീഖത്തുകാരെ എതിർക്കലായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് പ്രമാണം പറഞ്ഞു. പക്ഷേ പിന്നീട് ഉസ്താദ് രോമ കച്ചവടമായിട്ട് വരുന്നത്
നമ്മളെ ഉസ്താദ് ഷെയ്ഖുനെ രോമക്കച്ചവടമായിട്ട് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ പിന്നെ അതൊക്കെ മറന്നിട്ട് സ്വപ്നം തെളിവാക്കി ന്യായീകരിച്ചു. എന്നാൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞത് യഥാർത്ഥത്തിൽ തട്ടിപ്പായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ നിന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ആ സ്വപ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് പേരോട് റഹ്മാൻ സഖാഫി ആദ്യകാലത്ത് പറഞ്ഞതും പിന്നീട് അതേ പേരോട് തന്നെ ഇത് സ്വപ്നകഥയായി കൊണ്ട് സ്ഥാപിക്കുന്നതും ആ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ട് കാണുക. ആ വൈരുദ്ധ്യം, ആ കാപട്യം നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കും. ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മുതഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബാങ്കും ഇഖാമത്തും കണ്ടിട്ടുണ്ടായ ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബാങ്കും ഇഖാമത്തിന്റെയും തെളിവ് സ്വപ്നമല്ല, സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല. അമ്പിയാക്കളുടെ സ്വപ്നം തെളിവാണ്, മറ്റാരുടെ സ്വപ്നവും ഇസ്ലാമിൽ തെളിവല്ല. തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതിന് സ്വപ്നം ഉപോത്ബലകമായി പറയാം. അതാണ് നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ സ്വപ്നത്തിന്റെ കഥകൾ കാണുന്നത്, അല്ലാതെ സ്വപ്നം തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദുകളുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവർകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മുതഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബാങ്കും ഇഖാമത്തും കണ്ടിട്ടുണ്ടായ ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബാങ്കും ഇഖാമത്തിന്റെയും തെളിവ് സ്വപ്നമല്ല, സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല. അമ്പിയാക്കളുടെ സ്വപ്നം തെളിവാണ്, മറ്റാരുടെ സ്വപ്നവും ഇസ്ലാമിൽ തെളിവല്ല. തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതിന് സ്വപ്നം ഉപോത്ബലകമായി പറയാം. അതാണ് നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ സ്വപ്നത്തിന്റെ കഥകൾ കാണുന്നത്, അല്ലാതെ സ്വപ്നം തെളിവല്ല. എന്തോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ യഥാർത്ഥത്തിൽ ത്വരീഖത്തുകാരെ വിമർശിച്ചുകൊണ്ട് പേരുള്ള റഹ്മാൻ സഖാഫി ആദ്യകാലത്ത് പ്രസംഗിച്ചതാണത്. അപ്പൊ സ്വപ്നത്തിന്റെ നിലപാട് എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. പക്ഷേ അതേ പേരോടിന് തന്നെ യഥാർത്ഥത്തിൽ ഇത് എതിരായി വന്നു എന്നതാണ് അവിടെ കാണിച്ചത്. എന്തിനാ? ഇപ്പൊ ഖസ്റജിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മുടിയുമായി ബന്ധപ്പെട്ടിട്ടും അവർ ഉദ്ധരിക്കുന്നത് എന്താ? സനദല്ല മറിച്ച് സ്വപ്നകഥയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ആ കാപട്യം മനസ്സിലാക്കാൻ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് കാണിച്ചത്. ഇത് രണ്ട് സ്ഥലത്ത് പ്രസംഗിച്ചതാണ്. ഒന്ന് ഖസ്റജിയുടെ മുടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു സ്വപ്നത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടു റസൂലുള്ളാഹ്. എന്നാൽ അതേ പേരോട് തന്നെ ആദ്യകാലത്ത് ത്വരീഖത്തുകാരെ എതിർത്തപ്പോ പറഞ്ഞ എന്താണ്? സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല, അമ്പിയാക്കന്മാരുടേതൊഴിച്ച്. അപ്പൊ ഈ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്ര ദുർബലമായ ഈ ഒരു
കാര്യമാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും ഇസ്ലാമിന്റെ പേരിലും ഒരു വെച്ച് കെട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നിഷ്പക്ഷമതികൾ, ബുദ്ധിയുള്ളവർ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ കാര്യങ്ങൾ അങ്ങോട്ട് വിശദീകരിക്കുമ്പോൾ ആളുകൾക്ക് ഒരു സംശയമുണ്ടാകുമെന്ന്. എന്നാൽ ഇതിന്റെ സനദൊന്ന് ചോദിക്കാം, മുസ്ലിയാക്കന്മാരോട് ഒന്ന് അന്വേഷിക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാണ് മുസ്ലിയാക്കന്മാര് തോക്കിന്റെ ഉള്ളിൽ കയറി പിന്നെ പുറത്ത് കയറി കൊത്തിയാന്ന് പറഞ്ഞ പോലെ സനദൊന്നും കൊണ്ട് ചോദിക്കണ്ട. കാരണം ചിന്തിച്ചു കഴിഞ്ഞാൽ മുജാഹിദാവും. ചിന്താശേഷി കൂച്ചു വിലങ്ങിടുക. ഞങ്ങൾ പറയുന്നത് തൊണ്ട തടാതെ വിഴുങ്ങിയാ മതിയെന്ന. അതുകൊണ്ട് സനത് ചോദിക്കണ്ട. കാരണം എന്താ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പലതും ചോദിക്കേണ്ടി വരുന്ന പേരോളത്രയും സഖാഫി തന്നെ ഇതിനെ ന്യായീകരിക്കാൻ ഒരു ദുർബലമായ ആശയം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇനി ചോദിക്കട്ടെ, ഒരാളോട് ചോദിച്ചു, മോനെ നിന്റെ ബാപ്പാന്റെ പേരെന്താ? എന്റെ ബാപ്പാന്റെ പേര് ഫുലാൻ. എന്താ മോനെ തെളിവ്? സനതുണ്ടോ? എനിക്ക് തെളിവ് ഉമ്മ പറഞ്ഞതാ. ഉമ്മ പറഞ്ഞേ മാത്രം തെളിവാ. അതെന്നെ തെളിവുള്ളൂ. അത് 100% ഖണ്ഡിതമായ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഇല്ല, ഒറ്റ പെണ്ണ് പറഞ്ഞാ, കൂടുതൽ ആളൊന്നും പറഞ്ഞില്ല. ഒരു പെണ്ണ് പറഞ്ഞതാ. എന്നാ പിന്നെ ഉമ്മാനോട് സനതി ചോദിക്കുക. ഉമ്മാനോട് പറയാ സാക്ഷി വേണം, കുറെ ആള് വേണം. എന്തിന്? എന്റെ ബാപ്പ എന്താണെന്നുള്ള തെളിവേ. ഇങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയോ? ഇങ്ങനെ തെളിവ് വേണോ? എവിടുന്നാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്? ആരെങ്കിലും ഈ അഥവാ അങ്ങനെ തെളിവ് ചോദിച്ചെങ്ങാനും കടന്നു വന്നാൽ അവൻ ആദ്യം തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. ചോദിക്കാൻ പാടില്ല, ചോദിച്ചോന്റെ നേരക്ക് ചാടുകയാണ്. സഹോദരങ്ങളെ, ഇത് മാത്രമല്ല, ഇയാള് ഈ സനദില്ലാത്ത മുടിക്കച്ചവടത്തിന് ന്യായീകരിക്കാൻ പേരോളത്രയും സഖാഫി കുറ്റിയാടിയിൽ ഒരു കാരണം കൂടെ മറിഞ്ഞു. ആ രണ്ടാമത്തെ മറിച്ചിലൊന്ന് കണ്ടോളൂ. ചോദിക്കുന്നേ, നിങ്ങൾക്ക് ഈ ലേബർ റൂമിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുവന്ന് തന്നപ്പോ നിങ്ങൾക്ക് അവിടെ സംശയം ഉണ്ടായോ? കൊണ്ടുവന്ന ആളാരാ? മുത്തക്കിയായ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാ കൊണ്ടു തന്നെ? നിങ്ങളെ സ്വന്തം ഭാര്യയാണെങ്കിലോ അപ്പം ബോധം കെട്ട് വീണതുവാ. ഇനി സ്വന്തം ഭാര്യ തന്നെ പറഞ്ഞാലോ, ഒറ്റ പെണ്ണ് പറഞ്ഞാൽ സാക്ഷിക്ക് പറ്റുമോ? രണ്ടാണില്ലാതെ എന്നാ നിനക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പൊ ലേബർ റൂമിൽ നിന്ന് ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോ ആ കുട്ടിക്ക് സനതുണ്ടോ? അതിന്റെ തന്നെയാണോ? അതിന്റെ അപ്പുറത്തെന്താ പറഞ്ഞത്? ഉമ്മ പ്രസവിച്ചപ്പോ ആ ഉമ്മയാണോ വാപ്പ വാപ്പയാണോ? ഇതിനൊക്കെ നമ്മളാരെങ്കിലും സനതി ചോദിക്കാറുണ്ടോ? സഹോദരങ്ങളെ, ഇസ്ലാം ദീനിലെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം സ്ഥാപിക്കാൻ ഇത്ര ദുർബലമായ തെളിവാണോ സമൂഹത്തിന് മുമ്പിൽ പറയേണ്ടത്? അതുകൊണ്ട് ഇതിന് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് ഞാൻ പറയേണ്ടതില്ല. അതിന് കൃത്യമായി അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത് ഒന്ന് കേൾക്കുക. സനത് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്, സനത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? കാന്തപുരത്തോട് നമ്മൾ ഈ മുടിയുടെ പരമ്പര ഒന്ന് കൈമാറണം, പറഞ്ഞു തരണമെന്ന് മാന്യമായ ഇസ്ലാമിക നിയമപ്രകാരം ചോദിച്ചപ്പോൾ ഈ പേരോട് ഇതിന് മറുപടി പറയുന്നത്, എന്തിനാണ് നിങ്ങൾ സനത് ചോദിക്കുന്നത്? എന്താ പരമ്പരന്റെ ആവശ്യം? നിങ്ങളെ ഭാര്യയെ പ്രസവിക്കാൻ ഹോസ്പിറ്റൽ കൊണ്ടുപോയാൽ അവിടെ ലേബർ റൂമിൽ വെച്ച് ഓപ്പറേഷൻ ചെയ്തു പോയി, കുട്ടിനെ കൊണ്ടുവന്നു, സിസ്റ്റർ കൊണ്ടുവന്നു തന്നു. ഈ കുട്ടി നിങ്ങളാ, നിങ്ങൾ സനത് ചോദിക്കുമോ? ഞങ്ങൾ ചോദിക്കുന്നത് അത് മുത്തക്കിയായ പെണ്ണാണോ? ആ പെണ്ണാണെങ്കിൽ തന്നെ സാക്ഷി മതിയോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, വളരെ കൃത്യമായി നമ്മളെ ഭാര്യമാരൊക്കെ പ്രസവിച്ച സ്ഥലങ്ങളുണ്ടല്ലോ, ആ ഹോസ്പിറ്റലുകളൊക്കെ കൊണ്ടുപോയി പ്രസവിച്ചാൽ ആ കുട്ടിക്ക് പ്രസവിച്ച സമയത്ത് തന്നെ ആ കുട്ടിയുടെ മാതാവിന്റെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് ഒരു വളയം ആ കുട്ടിയുടെ കയ്യിൽ ധരിപ്പിക്കാറുണ്ട്. നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു സംശയമല്ല, ഇങ്ങനത്തെ ഹോസ്പിറ്റലാണ് നമ്മൾ ലേബർ റൂമിൽ കൊണ്ടുപോകാറുള്ളത്. സാക്ഷാൽ പേരോടിന്റെ ഭാര്യയുടെ കൊണ്ടുപോയി പ്രസവിച്ച സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുക്കുന്ന സംവിധാനം ഇല്ലെങ്കിൽ പേരോടിന്റെ മക്കളെ DNA ടെസ്റ്റ് നടത്തിക്കൊണ്ട് നിങ്ങളാണ് തെളിയിക്കേണ്ടത്. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. സനത് ചോദിച്ചത് സനത് ചോദിച്ചതിന് പരിഹസിക്കരുത്. കൃത്യമായി ദീനി എന്ന് പറഞ്ഞാൽ എരപ്പന്റെ അരിക്കൊട്ടയിലല്ലോ. എരപ്പന്റെ അരിക്കൊട്ട എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എരപ്പൻ ഒരു വീട്ടിൽ വന്നിട്ട് അരി ചോദിച്ചാൽ ആ വീട്ടിൽ ഇപ്പൊ കുറുവരിയായിരിക്കും കഴിക്കുക, അത് ഒരു ഗ്ലാസ് ഇട്ടു. അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ബോധന അരിയായിരിക്കും, അപ്പൊ ബോധന ഒരു ഗ്ലാസ് അത് വിട്ടിരിക്കല്ലേ. അപ്പുറത്തെ വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ റേഷൻ അരിയാവും, അതും ഈ സഞ്ചിക്കല്ലേ. അങ്ങനെ തോന്നിയവനൊക്കെ തോന്നിയത് കുത്തി നടക്കാൻ പറ്റിയ ഒരു എരപ്പന്റെ അരിക്കൊട്ടയല്ല ഇസ്ലാം. മറിച്ച് അത് ഉടച്ചു വാർക്കപ്പെട്ട മഹത്തായ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെ അൽ ഇസ്ലാമിന്റെ ദീൻ എന്ന് നിങ്ങൾ തന്നെ ദർസ് പഠിച്ചതല്ലേ. കൃത്യമായി കൊണ്ട് സനത് വേണ്ടേ? അതുകൊണ്ട് ഈ കാര്യത്തിന് സഹോദരങ്ങളെ സനത് വേണം.
ആ സനത് തെളിയിക്കാൻ പറ്റാത്തടത്തോളം കാലം നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ കൂടും. ഞങ്ങൾ മാത്രമല്ല, ഈ മഹത്തായ ക്യാമ്പയിനുമായി ഞങ്ങൾ രംഗത്ത് വന്നപ്പോൾ യഥാർത്ഥ സമസ്ത എന്ന EK വിഭാഗം പോലും ഞങ്ങളുടെ കൂടെ ഈ വിഷയത്തിൽ ഒരുമിക്കാൻ കാരണം ഈ ചൂഷണത്തിന് അവർ കൂട്ടുനിൽക്കൂല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് ഹദീസിന്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് ശരിക്ക് സഖാഫികളെ പഠിപ്പിക്കുന്നുണ്ട്, കാന്തപുരത്തെ പഠിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആ സംസാരം കൂടെ നിങ്ങളൊന്ന് കേട്ടോളൂ. ഇനി അങ്ങനെ ഒരു മുടി വന്നെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ സനത് ചോദിക്കാൻ പാടില്ല. പറഞ്ഞ് സ്വീകരിച്ചു കൊള്ളണമെന്ന് പറഞ്ഞാൽ അത് കാരന്തൂരിൽ പോയി പറഞ്ഞാൽ മതി, അത് നടക്കൂല. നബി തങ്ങളതാണെന്ന് പറഞ്ഞ ഒരു വാക്ക് ഇന്നമല്ലാമാലു ബിന്നിയാത്ത്. ഇമാം ബുഖാരി തങ്ങൾക്ക് പറഞ്ഞാൽ മതി, തങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇമാം ബുഖാരിനെ ആരാണെന്ന് ചരിത്രം അറിയാം. അഹമ്മദിന്റെ ചരിത്രമല്ല, അബൂബക്കറിന്റെ ചരിത്രമല്ല, ഇമാം ബുഖാരിന്റെ ചരിത്രം. ആ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞങ്ങൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പോലെ. എന്തിനാ ഈ സനത് ഇത്രയേറെ വിഷമിച്ചുണ്ടാക്കണം? ഒരാള് ഇടത്ത് ഭാഗത്ത് തുപ്പലിന് പകരം വലത് ഭാഗത്തേക്ക് തുപ്പിയ ആളുടെ പോലും അയാളെ ഈ സനദിലേക്ക് സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ടല്ലേ കളവും 100 കളവും 1000 കളവും പറയുന്നയാളെ സ്വീകരിക്കില്ല. അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത രീതിയിൽ വളരെ ശക്തമായ സനദിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാക്ക്, നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്ക് അതിശക്തമായ സനദിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ പറ്റാത്തയാളാണെങ്കിൽ, വളരെ ചെറിയ നിലയിൽ എന്തെങ്കിലും ഒരു നുഴഫിന്റെ ഇല്ലത്തുണ്ടെങ്കിൽ അയാളെ തള്ളി. ഹദീസ് സഹിയാണെങ്കിൽ പോലും സ്വീകരിക്കപ്പെടുകയില്ല. ഇതെല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ. ഹദീസ് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ ഈ ഇടക്കുള്ളയാള് മോശക്കാരനായാൽ ആ സനദ് ശരിയല്ലാത്തത് കൊണ്ട് ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല. സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം, ലൈഫായ ഹദീസ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയാത്ത ഹദീസ് എന്നല്ല അർത്ഥം. മറിച്ച് നബിതങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ പരമ്പരയിൽ ഒരാൾ മോശക്കാരനുണ്ട്, ചെറിയ മോശം എന്തെങ്കിലും മതി, എന്നാൽ ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അങ്ങനെ അത്ര കണിശമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിന് സനദ് വേണം. എന്നിട്ടല്ലേ ഷാർ മുബാറക്കിന്റെ സനദ് ചോദിച്ചാൽ പൊറുതികേട് കാണിക്കേണ്ട ആവശ്യം? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആർക്കും എന്തും പറയാം. നാളെ ഞാനൊരു മോതിരം കൊണ്ടുവരിക, മോതിരം കൊണ്ടുവന്നിട്ട് നിങ്ങളോട് പറയുന്നു, സഹോദരന്മാരെ, ഇന്നലെ ഞാൻ രാത്രി സ്വപ്നം കണ്ടു, നബി തങ്ങളെ സ്വപ്നം കണ്ടു, ഈ മോതിരം എനിക്ക് സ്വപ്നത്തിൽ തന്നതാണ്. എന്താ പറഞ്ഞൂടെ? സ്വപ്നത്തിന്റെ കള്ളക്കഥകൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് എന്തായാലും പറഞ്ഞൂടെ? ഇത് എല്ലാം പറയാമെന്ന സ്ഥിതി വന്നാൽ ആർക്കും എന്തും പറയാം. പണ്ട് മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വെച്ച് വിൽക്കുകയാണ് പോലും ഏതോ നാട്ടിൽ. ഇത് അങ്ങനെ പറയപ്പെടുന്ന ഒരു കഥയാണ്. ഇനി അതിന് തെളിവ് ചോദിക്കണ്ട. മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വിൽക്കുക. അപ്പുറത്ത് ചെമ്മീനുണ്ട്, അതിന്റെ അപ്പുറം മുള്ളനുണ്ട്, അതിന്റെ അപ്പുറം ആവോലി അയക്കൂറി ഒക്കെ ഉണ്ട്. എല്ലാവരും ആവോലി അയക്കൂറിയും ചെമ്മീനും ഒക്കെ വാങ്ങിപ്പോവാ. വന്ന സമയം വൈകി, മത്തി കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ പറ്റൂല. അപ്പൊ മൂപ്പര് മന്നക്കല മത്തി ഫഹുവ മിൻ ഉമ്മത്തി, ആരെങ്കിലും മത്തി തിന്നാൽ എന്റെ ഉമ്മത്തിപ്പെട്ടതാണെന്ന് നബി തങ്ങൾ പറഞ്ഞു എന്നങ്ങ് പറഞ്ഞു. മത്തി ചെലവായി പോലും. ഇങ്ങനെ ആയിക്കൂടെ? സനത് വേണ്ടല്ലോ. സനത് ചോദിക്കുന്നതിന് എന്ത് പൊറുതികേടാ? ഉപ്പാന്റെ സനത് ചോദിച്ചോ ഉമ്മാന്റെ സനത് ചോദിച്ചോ എന്നാ ചോദിക്കുന്നത്. കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞങ്ങൾ ഇതൊരു ആരോപണമായി പറയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിക്കും അതുപോലെ അവിടുത്തെ വിയർപ്പിനും അവിടുത്തെ വസ്ത്രത്തിനും അവിടുത്തെ ഓരോന്നിനും പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. അത് സ്വഹാബത്ത്, മഹാന്മാരായ താബിഈങ്ങൾ ആദരവോടുകൂടി തന്നെ അത് മനസ്സിലാക്കിയവരാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആസാറുകൾ എങ്ങനെ സൂക്ഷിച്ചവരും തന്നെയാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം സ്വഹീഹായ രൂപത്തിൽ സ്ഥിരപ്പെട്ടു, ഞങ്ങളത് വിശ്വസിച്ചു. എന്നാൽ ഇവിടെ സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കുന്ന ഈ പരിപാടിയില്ലല്ലോ, അത് നടക്കൂല. അതാ ഞങ്ങൾ തമ്മിലുള്ള വിഷയം. അല്ലാതെ അല്ലാഹു റസൂലിന്റെ ശരീരത്തിനോ അവിടുത്തെ വിയർപ്പിനോ അവിടുത്തെ മുടിക്കോ ബർക്കത്തുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ബർക്കത്തുണ്ട് എന്നും തബറുക്ക് എടുത്തു എന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റും സ്വഹീഹായി വന്നിട്ടുള്ള ഏത് ഹദീസുകളും ഞങ്ങൾ അംഗീകരിക്കും, ഞങ്ങൾ തള്ളൂല. പക്ഷേ അതിന്റെ മറവില് വ്യാജമുടിക്കച്ചവടവും സനദില്ലാത്ത കള്ളക്കച്ചവടവും ഈ വാണിജ്യവൽക്കരണവും നടക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ കൃത്യമായി
കൃത്യമായി കൊണ്ട് എതിർക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇവിടെ സമയം അതിക്രമിച്ചതുകൊണ്ട് കൂടുതൽ വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇവിടെ ഹദീസിന്റെ രീതിശാസ്ത്രം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയില്ലേ? എന്നാൽ ഈ സ്വപ്നക്കഥ ഉദ്ധരിച്ച ആളുകൾ അവിടെ സനത് വായിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ അറബിയെ കൊണ്ട് ഒരു വാറോല വായിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് സനതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ സനതല്ലാതെ അതുകൊണ്ടാണ് വായിക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. فهذا سند مني أنا الواضع صحيحي في ختامه ومقيد اسمي هنا لبيانه وإعلانه الدكتور الشيخ أحمد بن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي. ഇങ്ങനെ സനതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തില് അവിടെ ഖസറജിയുടെ കുടുംബത്തിലെ ഔക്കാഫ് മന്ത്രിയുടെ മകൻ വന്നിട്ടുണ്ട്. ഇയാള് അഹമ്മദ് മുഹമ്മദ് അൽ ഖസറജി സനതാണ് വായിക്കുന്നത് എന്ന് വിചാരിച്ചത് ആ ഖൗമിന്റെ മുമ്പിൽ ഒരു അറബിയായിട്ട് കേട്ടാൽ മതിയല്ലോ, ഒരു ഒച്ച കേട്ടാൽ മതിയല്ലോ, അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ ഞങ്ങൾ വിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി പറഞ്ഞു അത് സനതല്ല, അത് ആ കുടുംബത്തിന്റെ വംശ പരമ്പരയാ വായിച്ചത്, അതല്ല ഇസ്ലാം ദീനിലെ സനത്, മറിച്ച് കൃത്യമായി കൊണ്ട് അത് ഉദ്ധരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് സനതാണ് വായിച്ചത് എന്ന് തെറ്റിദ്ധരിപ്പിച്ച ആളുകൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് തന്നെ ആ കാര്യം വ്യക്തമായി കൊണ്ട് സമൂഹത്തിന് മുമ്പിൽ ചോദിച്ച് അതിന്റെ കൃത്യമായ രൂപം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നില്ല. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. വരെ പറഞ്ഞു അഷ്റഫുൽ ഹഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടുന്നത് വരെ അയാളുടെ സനദ്, ഒരു സഹാബി റാഫി റളിയല്ലാഹു അൻഹുവിലേക്ക് മുട്ടുന്നത് വരെ അയാളുടെ സനദ് വായിച്ചു. അപ്പൊ ഇയാൾ പറയുന്നത് അപ്പറഞ്ഞത് സനദല്ല എന്നാണ്. ആ വായിച്ചത് സനദല്ല കൂട്ടരെ. ആരാണ് സനദ് എന്ന് പറഞ്ഞത്? അത് നസബാണെന്നാ. സനദ് പരസ്യമായി വായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ ഇത് ഉദ്ദേശം? ടൈറ്റിലാണ് പോലും ഈ പറഞ്ഞത്. ഞാൻ ആരാണെന്ന് പറയുന്ന കൈലാസാണ് ഈ കഴിച്ചത് മുഴുവൻ. ഞാൻ ആരാന്ന് പറയാ. എങ്ങനെ ഇത്ര നീണ്ടിട്ട് പറയാ? ഉപ്പാനെ പറ്റി വളരെ കൂടുതൽ പറയുന്നുണ്ട്. മുഫ്തിൽ മദ്ഹബൈൻ, ആലിമുൽ വരിയിൽ മുദഖിഖ്, ഉപ്പാനെ അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെയും വസ്ഫ് പറഞ്ഞിട്ട് റാബി റളിയല്ലാഹു അൻഹുവിലേക്ക് മുട്ടിച്ചിട്ട് അത് സനദാണെന്ന് ആ കൂടിയ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങൾ പിടിച്ചപ്പോഴല്ലേ ഇപ്പൊ നസ്ബായത്. അല്ലെങ്കിൽ ആടെ കൂടിയ മുതഅല്ലിമീങ്ങൾ, ആ അടക്കമുള്ള ആളുകൾ മുഴുവൻ വിചാരിച്ചത് ഇപ്പൊ അയച്ചതാ സനദ് എന്നല്ലേ. അപ്പൊ ഇത് ടൈറ്റിലാണ് പോലും. എന്നാ പ്രിയപ്പെട്ട സഹോദര, ബോഡി എവിടെ? എവിടെ പ്രേയർ? ഇതന്നെയാ ഉള്ളൂ കാര്യമായിട്ട്. പിന്നെ പറയുന്ന അബൂബക്കറിലേക്ക് കൊടുത്തു എന്നാ, വേറൊന്നും പറയുന്നില്ല. അങ്ങനെ കൊടുത്താ സനദാകോ? ഇത്ര പണിയുണ്ടോ സനദ് വായിക്കാനുണ്ടെങ്കിൽ? കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ വായിക്കാൻ ഇത്ര പണിയുണ്ട്. പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. സാധനം കയ്യിലുണ്ടെങ്കിൽ നിങ്ങളിപ്പോ എടുത്ത് പുറത്തിട്ടെന്ന് പറഞ്ഞു. കയ്യിലുള്ള സാധനം പുറത്തിട്ടെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു അതങ്ങനെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാനൊന്നും പറ്റില്ല, ഇവിടെ തന്നെ ഫിറ്റ് ചെയ്ത സാധനമാണ്. അതെ, അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണണം, ഞങ്ങൾക്കല്ലേ വലിയ മെനക്കെട്. അങ്ങനെ കയ്യിൽ പല പ്രാവശ്യം പറഞ്ഞു എന്തെല്ലാം വഴികളുണ്ട്, എന്തെല്ലാം വഴികളുണ്ട്. സ്വന്തമായി നെറ്റില്ലേ, സംവിധാനമില്ലേ, ദിവസവും ഉള്ള ഖുറാഫാത്തൊക്കെ അടിച്ചിറക്കുന്ന സാധനങ്ങളില്ലേ, അതിലൊക്കെ ഇട്ടൂടെ. എന്തെല്ലാം വഴികളുണ്ട്. 5 മണിക്കൂർ 7 മണിക്കൂർ പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഇടയിൽ ഇത്രയൊന്നും പണിയില്ലല്ലോ, ഈ ഭാരത്ത് വായിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ. ഇതും വായിച്ചില്ലേ? ഇപ്പോ ആ വായിക്കുന്നതിന്റെ ഇടയിൽ ഈ സനദ് പറഞ്ഞാൽ എന്താ? അത് വായിച്ചാൽ ഞങ്ങളുടെ ആവശ്യമല്ല, ആ ഷഹർ മുബാറക് ആണെന്ന് പറയുന്ന സാധനം സ്ഥിരപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമല്ല, നിങ്ങളുടെ ആവശ്യം. എന്നിട്ടും പറഞ്ഞില്ല. അപ്പൊ സഹോദരങ്ങളെ, ഇപ്പം ഇതുവരെ സമൂഹത്തിന് മുമ്പിൽ പത്രസമ്മേളനം നടത്തിയിട്ട് പോലും അത് ഖസറജിയുടെ കയ്യിലുണ്ട്, അതിന്റെ അടിയാധാരം അവിടെ ഉണ്ട്, നിങ്ങൾ വരും നമുക്ക് ഒരുമിച്ച് പോകാം, ഇതൊക്കെ പറഞ്ഞ് വലിയ സമ്മേളനം നടത്തി കോടികൾ സമ്പാദിക്കാൻ പള്ളി ഉണ്ടാക്കിയ ആൾക്കാർക്ക് എന്താ പിന്നെ സനദെന്നാണ് പറഞ്ഞാല്? അപ്പൊ സത്യത്തിൽ എന്തില്ല? കയ്യിൽ അതില്ല. ഇത് വ്യാജമുടിയാണ്. അത് മാത്രമല്ല, ഖസറജി കുടുംബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ ഒരിക്കലും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് അതേ കുടുംബത്തിലെ ഖസറജിയുടെ അഹമ്മദിന്റെ ജ്യേഷ്ഠൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് ദാറുൽ ഹുദ എന്ന സ്ഥാപനത്തിലേക്ക് കത്തെഴുതിയത് കൃത്യമായി 1000ങ്ങളുടെ മുമ്പിൽ അവർ വായിച്ചു കേൾപ്പിച്ചു.
അപ്പൊ ഈ തർക്കങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാവും, ഈ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ മുടിയൊന്ന് കാണണ്ടേ, എന്നാ മുടിയുടെ കോലൊന്ന് കണ്ടോളിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാന്ന് പറഞ്ഞിട്ടാണല്ലോ അപ്പൊ അതിന് വേണ്ടി പണം പിരിവെടുത്ത് പള്ളി ഉണ്ടാക്കാൻ നിൽക്കുന്നത്. എന്നാ മുടിയുടെ കൂട് ഖസറജിയുടെ വീട്ടിൽ ലവ് ബേഡ്സിനെ വളർത്തണ പോലെ, അതുപോലെ തന്നെ പക്ഷികളെ വളർത്തണ പോലെ ഒരു കൂടുണ്ടാക്കിയിട്ട് മുടി ബിസിനസ്സിന് വേണ്ടി വലിയൊരു ഗോഡൌൺ തന്നെ ഉണ്ടാക്കിക്കാം. മല്ലി ഗോഡൌൺ, മുളക് ഗോഡൌൺ എന്നൊക്കെ പറഞ്ഞ പോലെ മുടി ഗോഡൌൺ. ആ ഗോഡൌൺ ഒന്ന് കണ്ടോളിങ്ങൾ. കൃത്യമായി നിങ്ങൾക്ക് ആ രംഗം കാണാം. കണ്ടോ? അവിടെ ഇങ്ങനെ ഓരോ രംഗം മാറി മാറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടോ? അദ്ദേഹത്തിന്റെ മകന് ആ മുടി ഒരു മടിയില്ലാതെ, എത്ര നീളമുള്ള മുടിയാണത്, 75-80 സെന്റിമീറ്റർ നീളം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ തലയിൽ വളർത്തിയ മുടിയുടെ നീളമാണോ ഇത്? ഇങ്ങനെ മുടി അല്ലാഹുവിന്റെ റസൂൽ വളർത്തുവോ? സ്ത്രീയോട് സാദൃശ്യപ്പെടുന്ന വേഷം ധരിക്കുന്ന പുരുഷനെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ തലയിൽ 75-80 സെന്റിമീറ്റർ നീളമുള്ള മുടി വളർത്തുന്ന ഞങ്ങൾ പറയുന്നത് ഇല്ല. ഇനി അത് ഖസറജിയുടെ കുടുംബത്തിലുള്ള ഈ മുടി ബിസിനസ്സുകാരന്റെ വീട്ടിലുള്ള മുടിയാണ്. ഇവിടെയാണ് കാന്തപുരം ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുന്നത്. ആ രംഗമൊന്ന് കാണിച്ചു കൊടുക്കുക അടുത്ത ക്ലിപ്പിൽ. കൃത്യമായി കൊണ്ട് ആ മുടിക്കൂടിന്റെ കൂടെ നിലനിൽക്കുന്ന പണ്ഡിതന്മാർ ആ അറബികളുടെ കൂടെ റൗണ്ടിട്ട് കാണിക്കുന്നുണ്ട്. ആരാണത്? ആ തലപ്പാവുധാരി ഷെയ്ഖുനയാണത്. ഷെയ്ഖുന അവിടെ സ്ഥിര സന്ദർശകനാ. സൗദി അറേബ്യയിലോ അവിടുത്തെ ഖലീഫമാരുമായിട്ടോ അവിടുത്തെ ഭരണകൂടവുമായിട്ടോ ബന്ധം പുലർത്താനോ അവിടെ പോകാനോ പറ്റൂല. കാരണം എന്താ? അവിടെ ഇത്തരത്തിലുള്ള ബിസിനസ് ഇല്ല, കച്ചവടമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചുകൊണ്ടുള്ള ഒരു വരുമാനമില്ല. എന്നാൽ അബൂദാബിയിലെ ഷിയാക്കളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട്. അവിടെ ഷിയാ വിശ്വാസികളുണ്ട്. ആ വിശ്വാസക്കാർ ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് കച്ചവടം നടത്തുന്ന ആൾക്കാരാ. അവിടുന്നാണ് ഇത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് കോടികൾ സമ്പാദിക്കുന്ന പരിപാടി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ മുടി യഥാർത്ഥത്തിൽ വ്യാജമാണെന്നും ഇത് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നും വ്യക്തമായി നമ്മൾ ഈ മുടിയുടെ രൂപം കണ്ടപ്പോൾ മനസ്സിലായി. ഇനി അത് ഉസ്താദ് കൊണ്ടുവന്ന മുടി തന്നെയാണ്, ഇത് ഉസ്താദിന്റെ കയ്യിൽ കിട്ടിയത് അവിടുന്ന് തന്നെയാണ് എന്നതിന് എന്താ തെളിവ്? നിങ്ങൾ നെറ്റിൽ ചിലപ്പോൾ ഒരു മുടി ഉണ്ടാക്കിയിട്ട് വ്യാജമായി കാണിച്ചതാണെങ്കിലോ? അല്ല. ദാറുൽ വൈസ് ചാൻസലർ ബഹാവുദ്ദീൻ കൂരിയാട് വ്യക്തമായി കൊണ്ട് ഈ മുടിയുടെ ആധിക്യത്തെക്കുറിച്ചും ഈ മുടിയുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുന്നതിന് മുമ്പും ഇവിടെ നടത്തിയ മുടിയുടെ നീളത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും വ്യക്തമായ അയാൾ തന്നെ ദൃക്സാക്ഷികളെ രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ഏകദേശം 3 ആഴ്ച മുൻപാണ് എൻ്റെ ഒരു പ്രസ്താവന പത്രങ്ങളിൽ വന്നത്. അതായത് മൗലിദ് ആഘോഷം നബിദിനാഘോഷം ലോകരാഷ്ട്രങ്ങളിൽ എന്ന ദാറുൽ ഹുദായിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രസാധനം കോഴിക്കോട് പ്രസ് ക്ലബ്ബിലുണ്ടായിരുന്നു. റബീഉൽ അവ്വൽ അവസാനം. അന്ന് ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു പരാമർശം നടത്തിയത് പത്രങ്ങളിൽ വന്നു വലിയ വാർത്തയായി പല ആളുകളും വിളിച്ച് ഭീഷണിപ്പെടുത്താനൊക്കെ തുടങ്ങി. അന്ന് ആ പ്രസ്താവനക്ക് എനിക്ക് പ്രചോദകമായത് ഈ തിരുകേശങ്ങളുടെ ആധിക്യം ഒന്ന് മാത്രമായിരുന്നു. ആയിരക്കണക്കിന് മുടികൾ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത. ഏത് പൊട്ടനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ അത്രമാത്രം ആധിക്യമുള്ളതായിരുന്നു ഈ മുടികളുടെ എണ്ണം. ഒന്ന്, അത് സംബന്ധിച്ച ഫോട്ടോകൾ എനിക്ക് ലഭിച്ചു വിശ്വസ്തരായ ആളുകളിലൂടെ. ആ ഫോട്ടോ എടുക്കപ്പെട്ടതാകട്ടെ ഈ വിവാദമുണ്ടായ ശേഷമല്ല, 2009 2 വർഷങ്ങൾക്ക് മുൻപ് എടുക്കപ്പെട്ട ചിത്രങ്ങളാണത്. ഒരാൾ മാത്രമല്ല, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ദാറുൽ ഹുദായിൽ നിന്ന് ബിരുദം നേടിയ അലവിക്കുട്ടി ഹുദവി ആ പറയപ്പെട്ട വീട്ടിൽ പോവുകയും അവിടെ അദ്ദേഹം ഒരു 5-8 മിനിറ്റ് പ്രഭാഷണം നടത്തുകയും ചെയ്തു. അതിന് സഹായകമായത് ഈ കക്ഷി നേരത്തെ ദാറുൽ ഹുദായിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇയാൾ അവിടെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ ലോക്യം ബന്ധമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇയാൾക്ക് അറബിയിൽ സംസാരിക്കാനും കഴിയും. എന്നാളെ ഒരു അനുബോധന പ്രഭാഷണം എന്ന നിലക്ക് 5-8 മിനിറ്റ് അയാൾ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ധാരാളം മുടികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അയാൾക്കും അവിശ്വസനീയത തോന്നി. അങ്ങനെ അയാൾ അതിൻ്റെ ഫോട്ടോ എടുത്തു. അയാളെ കൂടാതെ വേറെയും അബുദാബിയിലുള്ള ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത മറ്റൊരാൾ, ഉദാഹരണത്തിന് എടപ്പാളിലെ മൊയ്തുണ്ണി ഹാജിയുടെ മകൻ മുജീബും
ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോകളും സൂക്ഷിച്ച് വെക്കപ്പെട്ടിട്ടുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത്രയധികം മുടികൾ, ആ മുടികളാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് വിശ്വസിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ 50, 60, 70 ഒക്കെ സെന്റിമീറ്ററുകൾ നീളമുള്ള മുടികളാണ് അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചത്. ചിത്രം ഇവിടെ വിശദമായി സംസാരിക്കപ്പെടും. അപ്പോ ചിത്രം നമ്മൾ കാണിച്ചതാണ്. ദാറുൽ ഹുദയിലെ വൈസ് ചാൻസലർ പറയുന്നത് എന്താണ്? UAE ഹസറജി കുടുംബത്തിലെ ഈ ബിസിനസ്സുകാരന്റെ കയ്യിലുള്ള മുടി, ആ മുടിയിൽ നിന്നാണ് കാന്തപുരം കൊണ്ടുവന്നത് എന്ന് ബോധ്യമാകുന്ന തെളിവാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയുടെ അളവത്രേ? അത് നമ്മളെ പേരോട് അത്രയും സഖാഫി പണ്ട് ത്വരീഖത്തുകാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്വപ്നകഥ പഠിപ്പിച്ചു കൊടുത്ത് പെട്ട പോലെ ത്വരീഖത്തുകാർക്ക് പേരോട് അത്രയും സഖാഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയുടെ അളവ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? വളരെ വലിയ മുടി നീട്ടിക്കൊണ്ട് വ്യാജ സിദ്ധ പിന്നെ ആത്മീയതയെ പിന്നെ വാണിജ്യവൽക്കരിക്കുന്ന സിദ്ധന്മാരായി ചമയുന്ന ത്വരീഖത്തിലെ ആളുകളെ ശക്തമായി വിമർശിക്കാൻ കക്കാട് പൈസയെ പോലെയുള്ള ആളുകൾക്ക് മറുപടി കൊടുത്തപ്പോ പേരോട് അത്രയും സഖാഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയുടെ അളവ് പറഞ്ഞിട്ടുണ്ട് അന്ന്. ആ അളവ് പറഞ്ഞ അന്നത്തെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടോളൂ. പിന്നെന്താ പരിപാടി എന്നറിയോ? ഏകദേശ കള്ളത്തരീക്കതാരിയ സ്വഭാവത്തിൽ നിങ്ങൾക്ക് കാണാം. മുടിക്ക് നീളം കണക്കുണ്ടാവില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മുടിയായിരിക്കും. ഏകദേശ കള്ളത്തരീക്കത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കാൻ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? എന്തേ ഒരു ബാർബർ ഷാപ്പിൽ പോകുന്നതിന് ഇത്ര ലുബ്ധന്മാരാണോ? എന്നിട്ട് ഈ മുടിയുടെ നീളം നിങ്ങൾ കണ്ടോളി. അപ്പൊ ത്വരീഖത്തുകാർക്ക് ആദ്യകാലത്ത് മറുപടി കൊടുത്തപ്പോ കണക്കിന് തെളിവ് ധരിച്ചിട്ട് പേരോട് വിമർശിക്കുകയാണ്. എന്താ ഒരു ബാർബർ ഷാപ്പ് പോയാലും എന്നാ സഹോദരങ്ങളെ, ഇപ്പൊ ഉസ്താദ് കൊണ്ടുവന്നതോ ത്വരീഖത്തുകാർ ഉപയോഗിക്കണേക്കാളും വലിയ മുടിയാ, 75-80 സെന്റിമീറ്ററുള്ള മുടി. അപ്പൊ അത് ഉണ്ടായപ്പോൾ ഇപ്പൊ മുണ്ടാട്ടം പോയി. അതുകൊണ്ട് പേരോട് അത്രയും സഖാഫി ത്വരീഖത്തുകാരെ വിമർശിച്ചുകൊണ്ട് മുടിയുടെ അളവ് പറഞ്ഞ ആ സംസാരവും ഇപ്പൊ ഉസ്താദിന്റെ കയ്യിലുള്ള ആ വ്യാജ മുടിയും ഒന്ന് ഒരുമിച്ച് കാണാം. അപ്പൊ നിങ്ങൾക്ക് ആ തട്ടിപ്പ് ശരിക്കൊന്ന് മനസ്സിലാവും. ഒന്ന് കാണിച്ചു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വെക്കുന്നതിനൊക്കെ പരിധി പറഞ്ഞിട്ടുണ്ട്. ഈ കാതിന്റെ ചോടുള്ള സ്ഥലത്തിനപ്പുറം വെട്ടിക്കളയണമെന്നാ. അതിനപ്പുറം നീട്ടി വെക്കുന്ന മുടി അത് ഞാനൊരു വലിയ ആളാന്നുള്ള നിലക്ക് വെക്കാൻ ഹറാമാണ് എന്നാ, അല്ലെങ്കിൽ തന്നെ പാടില്ലാത്തതാണ്. പക്ഷേ നീണ്ട മുടി നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? ഇനി പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം മുടിക്കെത്തിരാ നീളമെന്നറിയോ? പിടിക്കേണ്ട ഇങ്ങനത്തെ സാധനങ്ങളാണ്. പക്ഷെ പിടിക്കാൻ സഹോദരങ്ങളെ നമ്മളാ തയ്യാറായത്. ഒരു ഭാഗത്ത് സത്യം പറഞ്ഞ ആ പേരോട് സഖാഫിന് തയ്യാറായോ? ഇല്ല. പണം കിട്ടിയപ്പോൾ, സ്വാധീനം കിട്ടിയപ്പോൾ ഉസ്താദിന്റെ കൂടെ മലക്കം മറിഞ്ഞ് ന്യായീകരിച്ച് ഒപ്പം നിന്ന് കൊടുക്കുക ചെയ്തത്. ഇതേ പേരോട് സഖാഫി ഇപ്പൊ പറയുന്ന എന്താ? നിങ്ങള് മുടി നീളും, ശാഖകൾ പൊട്ടി ശാഖകൾ ഉണ്ടാകും, അതൊക്കെ പൂർവിക ഗ്രന്ഥത്തിലുണ്ട്. പറയുന്ന കേട്ടാ തോന്നും സ്വഹാബികളോ താബികളോ ഒക്കെ പറഞ്ഞ ഗ്രന്ഥത്തിലുണ്ട്. അല്ല, ഗ്രന്ഥത്തിന്റെ കോലെന്താണോ, തെളിവിന്റെ കോലെന്താണോ അടുത്ത ക്ലിപ്പിൽ നമുക്ക് കാണിക്കാം. അതുകൊണ്ട് പേരോട് സഖാഫി ശാഖ പൊട്ടുമെന്നും വളരുമെന്നും പറയുന്നത് ന്യായീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കൂ. അപ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം അവിടുത്തെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ് അവിടുന്ന് വഫാത്തായതിനു ശേഷം തന്നെ അത് നീളുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടെന്നോ, അതിന് ശാഖ പൊട്ടി അതിങ്ങനെ എണ്ണം വർദ്ധിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ടെന്നോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനി നാബൽസി റളിയല്ലാഹു അൻഹു, അതാ നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു ജവാഹിറുൽ ബിഹാർ ഫീ ഫളാഇലിൻ നബിയിൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണെന്ത്? യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ആളാണ് യൂസുഫ് നബ്ഹാനി. 100 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാ. 100 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആൾ. ആദ്യം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോന്നപ്പോ മാലിക് ദീനാറെ കൂട്ടുക വിചാരിച്ചു. പിന്നെ യൂസുഫ് നബ്ഹാനി എന്ന് പറഞ്ഞപ്പോഴാണ് സഹോദരങ്ങളെ, അയാൾ 100 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളല്ലേ, മൂപ്പരെങ്ങനെ തെളിവാക്കാൻ പറ്റുമോ? യൂസുഫ് നബ്ഹാനി അല്ലേ, വലിയ കിതാബിന്റെ പേരൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്നാ മൂപ്പരെ പരമ്പര എത്ര അടുത്തതാണെന്ന് നമ്മൾ പറയേണ്ട. അബ്ദുൽ ഹമീദ് വൈസി അമ്പലക്കടവ് യൂസുഫ് നബ്ഹാനിന്റെ പരമ്പര പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അയാൾ എത്ര ദുർബലനാണെന്ന്. കേട്ടോളി.
യൂസുഫ് നബ്ഹാനി എന്ന് പറയുന്നത് പൂർവ്വകാലത്തിൽ ഇമാമല്ല, നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന അഭിവന്ദനായ ഷെയ്ഖുന KT മാണു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹത്തിന്റെ ഉസ്താദാണ് അരിപ്ര മൊയ്തീനാജി. അരിപ്ര മൊയ്തീനാജിയുടെ ഉസ്താദാണ് മക്കയിലുള്ള യൂസുഫ്. അരിപ്ര മൊയ്തീനാജിന്റെ ഉസ്താദ് തോട്ടുകല്ലെറിഞ്ഞറിയാ പുസ്തകം. ഇതിനേക്കാൾ നല്ല വേറെ ഏതെങ്കിലും വേണം പണ്ഡിതന്റെ ഉദ്ധരിച്ചിരുന്നു ഇവിടെ. എന്താ സഹോദരങ്ങൾ, അരിപ്ര മൈദീനാജിന്റെ ഉസ്താദായ യൂസുഫ് നബ്ഹാനി. ഇയാൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നേരത്തെ കൊണ്ടുള്ള കിതാബിലുണ്ടാപ്പത്. 100 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരാള് ശാഖ പൊട്ടും വളരെന്ന് പറഞ്ഞാൽ ദീനിൽ തെളിവാണോ? സ്വഹിയായ ഹദീസുകൾ ഉദ്ധരിക്ക്. അതുകൊണ്ട് സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഈ പണ്ഡിതന്മാരുടെയൊക്കെ വിവരം. ഇത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകാൻ, ഇവരുടെ യഥാർത്ഥ തട്ടിപ്പും ബോധ്യമാകാൻ, ഇവർക്കൊക്കെ ഈ വിഷയത്തിൽ എത്രത്തോളം അല്പജ്ഞാനമാണ് ഉള്ളത് എന്ന് ബോധ്യമാകാൻ കൃത്യമായ അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് തന്നെ പേരുളത്രി മാസക്കാപ്പിയുടെ കുറ്റ്യാടിയിലെ പ്രസംഗത്തെ ഒന്നുകൂടെ കൃത്യമായി ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടെ കണ്ട് ഒരു ക്ലിപ്പ് കൂടെ നമുക്ക് അവസാനിപ്പിക്കാം. അതൊന്ന് കണ്ടോളൂ. ഞാൻ പറഞ്ഞു, അഥവാ നിങ്ങളെടുത്ത് മുടി ഷറഫാക്കപ്പെട്ട മുടി ഉണ്ട് തന്നെ വെക്കുക, എന്നാ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതി. ഈ കൊണ്ടുവന്ന ആള് കിട്ടിയ ആള് ശരിയല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിന് ഞങ്ങൾ നിങ്ങളെടുത്ത് ഉള്ളത് ശരിയല്ല എന്ന് പറയേണ്ട കാര്യമില്ല. അതിന്റെ ആവശ്യമില്ല. അതൊരു പണ്ഡിതോചിതമായ കാര്യമല്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന കൂട്ടരുമല്ല. അതിന് കണക്കായിട്ട് ഞാൻ പറഞ്ഞത് എന്താ, ലോകത്ത് ഈ ഷെയർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഷെയർ മുബാറക്ക് കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ നാട്ടിലാണ്. മുസ്തഫ കമാൽ എന്ന് പറഞ്ഞാൽ തുർക്കിയും അടക്കം. ഇന്ന് തുർക്കിയുടെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും, ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും പത്രം വായിക്കുന്ന ആളുകൾക്കും അറിയാം. പർദ്ദയിട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തെ ഇസ്ലാമിക സംസ്കാരം തൂത്തെറിയപ്പെട്ടു. ആ രീതിയിൽ തുടച്ചു നീക്കപ്പെട്ടു. ഇതിന്റെ ആള് മുസ്തഫ കമാലാണ്. എല്ലാ പരിഷ്കരണവും ദീനിൽ വരുത്തിയ ആള്. അയാൾക്ക് മഹത്വമുണ്ടോ? തുർക്കിയിൽ മുടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ ദീനദീൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ, ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയാം. ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്കും. സനദ് വായിക്കുക. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല. വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ, 34 മുടി. അല്ലാസാറുൻ നബവിയ അഹ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കേടിയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു. എന്റെ മുസ്ലിയാരെ, ഇമ്മാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയണം. മൊയ്ലാന്മാരെ പറയിക്കരുത്. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയ എന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിടുക, എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാണെന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനക്ക് മറുപടിയല്ല, എനിക്ക് അനുകൂല. സമ്മതിച്ചു, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. സലാസം 40 ഷഹറത്തൻ. സലാസം 40 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറെ, 43 ആണ്.
അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ 1ാം ക്ലാസ് മുതൽ വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഹംസ, സിത്ത, സബ, അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് പോരെ എന്നെയും ബഹാവത്തിയും മുലാരി അറബി പഠിപ്പിക്കുന്നത്? പോരെ? അതുപോലെ സലാസം അർബൈൻ എവിടെ പഠിച്ചെന്നറിയോ? ഈ കിതാബ് അത് ഒന്ന് അദബ് കേട്. ആ അദബ് കേടിന്റെ കൂടെ മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത് മുഹമ്മദ് ഖാമിസ് മുഹമ്മദ് 5ാമൻ 5 എന്നല്ല, അത് കഴിഞ്ഞിട്ട് മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത് സലാസം അർബഈന ശഅറത്തൻ മഹ്ഫൂദത്തൻ മഅൽ അമാനത്തിൽ മുബാറക എന്ന് പറയുന്നുണ്ട്. ഈ സലാസം അർബഈന ഖാമിസും സലാസും കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ മൂപ്പര് വിചാരിച്ചു അൽ ഖാമിസ് പറഞ്ഞ വേറെയാണ്, സലാസം അർബഈന വേറെയാണ്. അൽ ഖാമിസും മനസ്സിലായിട്ടില്ല, സലാസത്തും മനസ്സിലായിട്ടില്ല, അർബഈനയും മനസ്സിലായിട്ടില്ല. എന്നിട്ടല്ലേ അല്ല് വിട്ടൈന്. സഹോദരങ്ങളെ, അപ്പൊ പഞ്ചപാണ്ഡവന്മാർ കട്ടിലിന്റെ കാല് പോലെ 3 പണ്ടെടുത്തേക്കായി പറഞ്ഞു. പഞ്ചപാണ്ഡവന്മാർ കട്ടിലിന്റെ കാല് പോലെ 3 കാണിച്ചത് ഇങ്ങനെ. പഞ്ചപാണ്ഡവന്മാർ എന്ന് പറഞ്ഞാൽ 5 കട്ടിലിന്റെ കാല് 4 കാണിച്ചതോ 3 എന്ന് പറഞ്ഞ് 2 1 2 3 4 5 അറിയില്ല എന്ന പോലെ അഞ്ഞന വന്നത് ഞാനറിയും, അത് മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞില്ലേ എന്ന പോലെയാണിത്. കിതാബ് നോക്കിയിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്, അതും അവതാളത്തിലായി പോയി. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിനോടോ ഉള്ള വിദ്വേഷത്തിന്റെ ഭാഗമല്ല, പകയുടെ ഭാഗമല്ല, മറിച്ച് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മറവില് പ്രവാചകനെ വെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ചൂഷണങ്ങളാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇത്ര കർശന സ്വഭാവത്തിൽ തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഈ വിമർശനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വായ പൊത്താൻ കാന്തപുരം വിഭാഗത്തിന് പറ്റൂല. മുടിയിൽ കുടുങ്ങിയ കാന്തപുരം സമസ്ത എന്ന് വെറുതെ കൊടുത്തതല്ല, നമ്മള് കുടുങ്ങിപ്പോയിട്ടുണ്ട് ശരിക്കും ഈ വ്യാജമുടിയില്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കാര്യവുമായി മുന്നോട്ട് പോകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ വശീകരിക്കാനോ സോപ്പിട്ട് പിടിക്കാനോ പറ്റൂല. അതുകൊണ്ട് പേരോളത്രയും സഖാഫി കുറ്റ്യാടിയിൽ വെച്ചിട്ട് അവസാനം ഒരു കുംഭസാരം എന്താ, ഇനി ഈ കെ വിഭാഗത്തോട് പറയുകയാണ്, നിങ്ങൾ ഇതിനെ വിമർശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന്റെ അർഹതയുണ്ടെങ്കിൽ ശരി, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ ഉസ്താദ് ചെയ്ത പോലെ ഒരു നാടകം നിങ്ങള് ചെറുശ്ശേരിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കളിച്ചാൽ മതി എന്നാണ്. ഞങ്ങൾക്കും അതുപോലെ തന്നെ പള്ളി ഉണ്ടാക്കിയ ഒരു ബിസിനസ് ഒക്കെ ചെയ്തുകൂടേല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു നാടകമായിരുന്നു എന്ന് പേരോളത്രയും സഖാഫിയുടെ സംസാരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു ഭാഗം മാത്രം. കുറ്റ്യാടിയിലെ പ്രഭാഷണ CD മുഴുവൻ കേട്ടാൽ ആ ഭാഗം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനല്ല, ഇതിന്റെ ഉള്ളില് യഥാർത്ഥത്തിൽ ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണെന്നും കോടികൾ സമ്പാദിക്കാനാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥത്തില് സത്യത്തിൽ ചൂഷണം ചെയ്യാനാണ് എന്നും ബോധ്യമാകുന്ന തെളിവ് വ്യക്തമാക്കുന്ന ആ സംസാരം നിങ്ങൾ ഒന്ന് കേൾക്കുക. ഇനി ഇതിനെ നേരിടണം. അത് SKSSFകാർക്ക് ഞാൻ പറയുന്നു, നിങ്ങളൊരു സംഘടന എന്ന നിലക്ക് നിങ്ങൾ ഇതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങളുടെ സംഘടനയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾ വേണ്ടത് ഇതുപോലെ ഒരു അറബിയെ സ്വാധീനിക്കുക. എന്നിട്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാരെ സംബന്ധിച്ചും ഇതുപോലെ ഒരാളെ കൊണ്ടിവിടെ കൊണ്ടുവന്ന് പറയിപ്പിക്കലാണ് അതിന് ഏറ്റവും നല്ല പരിഹാരം. അപ്പൊ ഏറ്റവും നല്ല പരിഹാരം എന്താണ്? വെറുതെ ഇതിന്റെ സനത് ചോദിച്ചു സമൂഹത്തിന് മുമ്പിൽ മുജാഹിദുകളുടെ കൂടെ കൂടി വെറുതെ നിങ്ങൾ നാശാകണ്ട. ഞങ്ങൾ ഉസ്താദ് കോടികൾ സമ്പാദിച്ച് മുന്നേറുമ്പോ നിങ്ങൾക്കും സമ്പാദിക്കാം. അതിനെന്ത് ചെയ്യണം? ചെറുശ്ശേരി ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഉസ്താദ് പറ്റിക്കുന്ന പോലെ ഒരു അറബിനെ കൊണ്ടുവന്നിട്ട് ഒരു അറബിയൊക്കെ വായിച്ചിട്ട് കുറെ ആളുകളെ തക്ബീറും ചൊല്ലിയാണ് പാസ്സാക്കിയാൽ നിങ്ങൾക്കും വേണമെങ്കിൽ നടത്താം, നടത്തണമെങ്കിൽ നടത്തിക്കോന്ന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് രണ്ടും മാറി മാറി കാണുന്ന, പരലോകത്തെ ഭയപ്പെടുന്ന, നരകമെന്ന് പറയുന്ന സങ്കേതത്തെ ഭയപ്പെടുന്ന, അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിഷ്പക്ഷമതികളായ ആളുകളോട്, ഈ കേസറ്റിന് കേൾക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിലേക്കാണ് ഈ പുരോഹിതന്മാർ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് പടച്ചു നമ്പുരാന്റെ കോടതിയിലെത്തിയിട്ട് 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 66, 67, 68 ആയത്തിലൂടെ ചില ആളുകൾ നരകത്തിൽ വിലപിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ചതിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. യൗമ തുഖല്ലബു വജൂഹും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വഅതഅന റസൂല. അവരുടെ മുഖങ്ങൾ നരകത്തിന്മേൽ കീഴ്മേൽ മരിക്കപ്പെടുന്ന സമയത്ത്, ശക്തമായ രൂപത്തിൽ നരകത്തിലെ ശിക്ഷകൾ വാങ്ങുന്ന സമയത്ത്
ആ മനുഷ്യന്മാർ പറയുകയാണ്, ഞങ്ങളുടെ നഷ്ടമേ, ഞങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പിൻപറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ മൂലപ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ഞങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നിട്ട് അവർ പറയാണ്, വഖാലു റബ്ബനാ ഇന്നനാ തഅനാ സാദത്തനാ വകുബറാനാ ഫഅദല്ലൂന സബീലാ. ഞങ്ങളെ അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ നേതാക്കന്മാരും അതുപോലെ തന്നെയുള്ള വലിയ പ്രമാണിമാരും ഞങ്ങളെ വഴിതെറ്റിച്ചു കളഞ്ഞു റബ്ബേ. അവർ ഞങ്ങൾ അന്ധമായി തഖ്ലീദ് ചെയ്ത് പിൻപറ്റിയത് കൊണ്ട് അവർ ഞങ്ങൾ വഴിതെറ്റിച്ചു കളഞ്ഞു. എന്നിട്ട് അവിടെ വെച്ച് നരകത്തില് ഞങ്ങൾക്ക് ഏറ്റ ശിക്ഷയെ പോലെ ഇവർക്കൊന്ന് ഇരട്ടിയായി ശിക്ഷ നൽകണേ എന്ന് നിലവിളിച്ചുകൊണ്ട് അവിടെ വെച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഈ ആദർശം സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ വീട് ഉപേക്ഷിക്കപ്പെടേണ്ടി വരും, കുടുംബങ്ങളിൽ എതിർപ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വരും, ആളുകൾ ഒറ്റപ്പെടുത്തി എന്ന് വരും, തങ്ങളുടെ മക്കളെ കെട്ടിച്ചയക്കാൻ ബുദ്ധിമുട്ടായി എന്ന് വരും. എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും മയ്യത്ത് മറവ് ചെയ്യാൻ മഹലിന് സ്ഥലം തന്നിട്ടില്ല എങ്കിൽ പോലും ഇന്നങ്ങനെ നിയമമില്ല, കോടതി കൃത്യമായി വിധിച്ചിട്ടുള്ളതാണ്. എങ്കിൽ അങ്ങനെയുള്ള ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ പോലും ഊർജ്ജത്വവും ഈമാൻ സ്വീകരിച്ചുകൊണ്ട് സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രാജപാതയിലേക്ക് കടന്നു വന്നോളൂ. എന്നിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ മുഖം പ്രചരിപ്പിക്കുന്ന ആരാണെന്ന് ബോധ്യപ്പെട്ട് അതിന്റെ വിശ്വാസ കർമാചാരങ്ങളെ ഖുർആൻ സുന്നത്തുമാകുന്ന പ്രമാണങ്ങളിലൂടെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോന്നോളൂ. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പാടിയ ആ വിശാലമായ സ്വർഗം, ആ സ്വർഗം നമുക്ക് ഒരു വീടായി കിട്ടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ത്യാഗമുണ്ടെങ്കിലും പ്രശ്നമില്ല, എന്ത് പരീക്ഷണമുണ്ടെങ്കിലും പ്രശ്നമില്ല. അതുകൊണ്ട് അതിനെ കൃത്യമായി പ്രതീക്ഷിച്ചുകൊണ്ട് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ഹക്കിനെ ഹക്കായും ബാത്തിലിനെ ബാത്തിലായും മനസ്സിലാക്കി ബാത്തിൽ തള്ളിക്കളഞ്ഞ് ഹക്ക് ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഇന്നുമായി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടി നാഥ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുറന്നവസരമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മാർത്ഥമായ ഈ പ്രകടനം പടച്ചതമ്പുരാനെ എത്രത്തോളം സമൂഹത്തിൽ സ്വാധീനമുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയില്ല. നാഥാ, ഞങ്ങളുടെ സംസാരം ജനഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടാക്കി തന്നെ തമ്പുരാനെ. ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ച് അന്ധവിശ്വാസ ആചാരങ്ങളെ യഥാർത്ഥത്തിൽ പ്രമാണവൽക്കരിച്ച് ഈ ആത്മീയതയുടെ യഥാർത്ഥ വശങ്ങളെ മാറ്റിവെച്ച് ആത്മീയതയുടെ മറവിൽ വ്യാജ ആത്മീയതയും യഥാർത്ഥ ആത്മീയതയും കച്ചവടവൽക്കരിക്കുന്ന ഈ പുരോഹിതന്മാരുടെ ചങ്ങലക്കെട്ടിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുന്ന തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുന്ന തമ്പുരാനെ. അല്ലാഹുവേ, ഇതിനു വേണ്ടി സമ്പത്തും ആരോഗ്യവും സമയവും ഇൽമും ചെലവഴിച്ച് ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.